ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കാൻ അല്ലെങ്കിൽ വചനം വ്യാഖ്യാനിക്കുന്നിടത്തായിരിക്കാൻ നമ്മെ തിരഞ്ഞെടുത്ത് പ്രത്യേകം കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വചനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കണേ അത് നിറവേറ്റപ്പെടണം. അപ്പോൾ അത് ശ്രവിക്കുന്ന വ്യക്തികളിലൂടെയാണ് പരിശുദ്ധാത്മാവിന് അത് നിറവേറ്റാൻ സാധിക്കുക. അപ്പോൾ ആ വ്യക്തികൾ ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ വചനം വായിക്കുമ്പോഴായാലും വചനം കേൾക്കുമ്പോഴായാലും അതിൻ്റെ വ്യാഖ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായാലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി നമ്മളായിരുന്നാൽ മാത്രമേ ആ കേൾക്കപ്പെടുന്ന വചനത്തിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മളെ അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക, മനുഷ്യ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം കുറച്ചും കൂടി കൂടുതൽ അനുഭവിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ, ലോകത്തെ മുഴുവനും മനുഷ്യ മക്കളെ മുഴുവനും ഓരോ നിമിഷവും ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുക. പക്ഷെ നമ്മൾ മനുഷ്യ മക്കൾ ഈ ലോകസുഖത്തിൻ്റെ പുറകെ പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ, ദൈവാത്മാവിനോട് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ, എതിർത്ത് നിൽക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപാട് വേദനിക്കും. ഞാൻ ഈ വചനം പറയുന്നതിനെ കുറിച്ച് ആലോചിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ തന്നെ എനിക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുടക്കം പറഞ്ഞത്. ആ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നിട്ട് എന്നെക്കുറിച്ചാണ് പറയേണ്ടത്. ഞാനാ ഈ ലോകത്തിൽ മനുഷ്യ മക്കൾക്ക് വഴികാട്ടിയായിട്ടുള്ളത്. അത് തിരിച്ചറിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര ഒരു വേദനയാണ്. അപ്പം ഞാനിങ്ങനെ മറിച്ച് ചിന്തിക്കുക, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. പരിശുദ്ധാത്മാവ് അതൊരു വ്യക്തിയായി നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും ലോകത്ത് ദൈവം അത്ഭുതങ്ങൾ അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇത്രയ്ക്കും ഉന്നതനായ ഒരു വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമ്മുടെ കൊച്ചു വാക്കുകളിലൂടെ നമ്മൾ പറയാം? ഞാൻ അങ്ങനെ മറിച്ച് ചിന്തിച്ചു, ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ഞാൻ പറയാം? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കുമ്പോൾ കാണിച്ചു തന്ന ഒരു വചനം, ഒറ്റ വചനം, 1 തെസ്സലോനിയ 5:19, ആത്മാവിനെ നിർവീര്യമാക്കരുത്. ആ വചന ഭാഗമാണ് കാണിച്ചു തന്നത്, ആത്മാവിനെ നിർവീര്യമാക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആഗ്രഹിച്ചൊരു കാര്യം, ഇന്ന് ലോകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിനെ, പ്രവൃത്തികളെയൊക്കെ മനുഷ്യമക്കളെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ മാതിരി തിന്മ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാവ് നിർവീര്യമല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആ വചനം കാണിച്ചു തന്നത്, ആത്മാവിനെ നിർവീര്യമാക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒറ്റ വചനം, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ആത്മാവ് നിർവീര്യമായി പോയതുകൊണ്ട് മാത്രം തണുത്ത് മരവിച്ചു പോയ ജീവിതങ്ങളാണ് നമ്മുടേത്. മരവിച്ചു പോയ ജീവിതമാണ് ക്രിസ്ത്യാനികളുടേത്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ. കാരണം ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടുന്നത് നമ്മളിലല്ലേ. മാമോദീസായിൽ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് സ്ഥൈര്യലേപനത്തിൻ്റെ അവസരത്തിൽ നമ്മൾ വീണ്ടും അതിനെ ഉജ്ജ്വലിപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. എന്നിട്ടും ഏറ്റവും കൂടുതൽ തിന്മ ലോകത്ത് പെരുകുന്നു. അതും പല പല കാര്യങ്ങളിലും ക്രിസ്ത്യൻസിൻ്റെ പേര് എഴുതി കാണിക്കും. അത് കാണുമ്പോഴേ മനസ്സ് സങ്കടപ്പെടും. കാരണം ദൈവത്തെ അറിയാത്ത ഒരുവൻ ചെയ്യുന്നതും അറിയുന്ന ഒരുവൻ ചെയ്യുന്നതും രണ്ടല്ലേ. അതിൻ്റെ ഫലം വലുതല്ലേ. ശരിക്കും പരിശുദ്ധാത്മാവ് ഒരുപാട്
വേദനിക്കുന്നു. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും മറ്റു കൂദാശകളിലൂടെയും ഒക്കെ ഓരോ വ്യക്തികളിലേക്കും വർഷിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നിർവീര്യമായി ഈ ലോകത്ത് ആയിരിക്കുന്ന അവസ്ഥ. ഈ പരിശുദ്ധാത്മാവ് ഈ വചനം കാണിച്ചു തന്നപ്പോൾ ഞാൻ മറിച്ച് ഇങ്ങനെ തിരിച്ചു ചോദിക്കുക, നിർവീര്യമായ അവസ്ഥ ലോകത്ത്, അത് തെളിവാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് തെളിവാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായി നിർവീര്യമായി പോകുന്നേ പരിശുദ്ധാത്മാവ്? എങ്ങനെയാണ് നിർവീര്യമായി പോകുന്നത്? ഇത് മനുഷ്യ മക്കളാരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഓർമ്മപ്പെടുത്തി തന്ന ഒരു ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസൺ 16:20 എൻ്റെ അറിവ് വചനം. ആ വചനം എടുക്കണ്ട, അതിൽ ഇത്രേ പറയണേ: സാംസനെ കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയത് അറിഞ്ഞില്ല, അവൻ അറിഞ്ഞില്ല. അതിനൊരു കാരണം ഉണ്ടല്ലേ? നമ്മൾ പഴയ നിയമഭാഗം വായിക്കുമ്പോൾ അറിയാം, പാപം ചെയ്തു. അതായത് തെറ്റായ വ്യഭിചാരത്തിൻ്റെ അല്ലെങ്കിൽ 6-ാം പ്രമാണ മേഖലയിലൊക്കെ വരുന്ന ഒരു പാപമാണ് അവൻ ചെയ്യുന്നത്. അതുവഴിയാണ് അവനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിട്ടുപോയത്. അതായത് അവനിൽ ആത്മാവ് നിർവീര്യമായി പോയി. അതിനു മുൻപ് എത്രയോ പ്രവൃത്തികൾ ചെയ്തതാ, എത്ര വൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ദൈവത്തിന് സാക്ഷ്യം കൊടുത്തത് ഫിലിസ്തീയരുടെ മുൻപിൽ. ആ സാംസനെ നിന്നാണ് ഈ പരിശുദ്ധാത്മാവ് പോയത്. പക്ഷെ അവൻ അറിഞ്ഞില്ല. അതും ഒരെണ്ണം കാണിച്ചു. അതിനുശേഷം 1 സാമുവേലിൽ നമ്മുടെ സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോകുന്നു. അവിടെ കാണിച്ചു തന്ന ഭാഗം ഒരു അനുസരണക്കേട്. അമലോക്യരുടെ അവിടെ യുദ്ധത്തിന് പോയി അവരെ തോൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഒന്നും എടുക്കരുത്, എല്ലാം കൊന്നുകളയണം. അതായത് ആടുകളെ ആയാലും ജീവജാലങ്ങളെ ആയാലും എല്ലാം നശിപ്പിച്ച് വരാനാ പറഞ്ഞിട്ടുള്ളൂ ദൈവം. പക്ഷെ എന്ത് ചെയ്തു? അവിടെ നിന്ന് കുറച്ച് പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോന്നു. അനുസരണക്കേട്. അവിടെ എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി. പക്ഷെ അത് സാവൂൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. ഇതാണ് ഇന്ന് ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോകുന്നത് അറിയണില്ല, അല്ലെങ്കിൽ നിർവീര്യമായി കിടക്കാന്ന് മനുഷ്യമക്കൾക്ക് ബോധ്യമില്ലാതെ തന്നെ അവരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോകുന്ന വഴി ശരിയാണ്, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാ, ഞാൻ പോണ വഴി ശരിയാ. ഇനി ഇതിന് ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നന്നായി പോകണുണ്ടല്ലേ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടുന്നു. ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലൂടെ മുന്നേറി പോകുന്ന ഒരു ലോകജനത, ഒരു കാലഘട്ടം എന്ന്. ഞാൻ ഡാനിയേൽ അച്ഛൻ്റെ ഒരു പ്രസംഗം ഈ അടുത്തിട്ട് ഒരു ടോക്ക് കേട്ടപ്പോൾ, ശുശ്രൂഷകർക്ക് വേണ്ടി കൊടുത്ത ടോക്കാ. അതിൽ ഇന്നത്തെ തീ നാളത്തെ ചാരമാണ്, ഇന്നത്തെ തീ നാളത്തെ ചാരമാണ്. ഈ വചനഭാഗം പറയാൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മപ്പെടുത്തി തന്നു പരിശുദ്ധാത്മാവ്. അച്ഛൻ പറയുന്നത് കറക്റ്റാ. ഇന്ന് തീ കത്തിക്കൊണ്ടിരിക്കുക ഇന്ന്, പക്ഷെ നാളെ നമ്മളിൽ അത് ചാരമായി മാറുന്നുണ്ട്. അത് തന്നെയല്ലേ ഈ ആത്മാവിന് നിർവീര്യമാകുന്ന അവസ്ഥ? അത് തന്നെയല്ലേ 1 തെസ്സലോനി 5:19 നമ്മെ ഓർമ്മപ്പെടുത്തിയത്, നിർവീര്യമാക്കരുത്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മളിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമായിരിക്കുക. പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ചിന്തകൾക്ക്. കാരണം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടുന്നുണ്ട്. നടക്കാതെ ആവുമ്പോൾ മാത്രം നമ്മൾ തിരിഞ്ഞ് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകുന്നുള്ളൂ. അതുവരെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ പോയ വഴി ശരിയാന്ന് വിചാരിച്ച് പോകുന്നത്. അപ്പം നമ്മളിലുള്ള ആത്മാവ് നിർവീര്യമാകുന്നത് നമ്മൾ അറിയുന്നില്ല. തമ്പുരാൻ വചനത്തിൽ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സാംസന്റെ കാര്യം, സാവൂളിൻ്റെ കാര്യമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്ന് വചനം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളിതൊക്കെ കേട്ടിട്ടും നമ്മളിലെ ആത്മാവ് എവിടെ നിർവീര്യമാകണേ? ഇപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനമാണോ നമ്മളിൽ എന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ഈ ഒരു സമയത്തായതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് ഈ വചനം കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും.
അല്ലേ? ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 27-28. അന്ന് ഇങ്ങനെ സംഭവിക്കും. അത് എന്നാ സംഭവിക്കണേ? പന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ മാത്രം സംഭവിക്കണതാ? മാമോദിസ സ്വീകരിക്കുമ്പോൾ മാത്രം, സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വർഷിക്കപ്പെടണേ? അല്ല, അനുദിനവും ഈ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നുണ്ട്. അതായത് ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പ്രവൃത്തി പുതിയതാ, പഴയതല്ല. അത് പരിശുദ്ധാത്മാവിനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അന്ന് എന്ന് പറയുന്നത് ഇന്നാ, ഇപ്പോൾ ഈ മൊമെൻറ്റില്ല. ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മൊമെൻറ്റിലാണ് അത് സംഭവിക്കണ്ടേ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അപ്പം സംഭവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കണേ. അന്ന് എന്ന് പറഞ്ഞത് ഇന്ന്, ഈ നിമിഷം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഈ പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നു, ഉപദേശിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളല്ലേ? അപ്പം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണോ, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിർവീര്യമായി കിടക്കുകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയോ? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്. ഭൂരിഭാഗം പേരും ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് അവരിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ, അവരിലൂടെ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിരിക്കണേ. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് മാത്രമേ അത്ഭുതവും അടയാളങ്ങളും നടക്കുള്ളൂ, അത് സത്യമാണ്. പക്ഷേ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒരു വ്യക്തിയിൽ പ്രകടമാകുമ്പോൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒരു വ്യക്തിയിൽ പ്രകടമാകുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടോ എന്ന് തിരിച്ചറിയുള്ളൂ. അത് തന്നെ ആത്മാവ് നിർവീര്യമാണെന്നുള്ള അടയാളം. ഞാനായിരിക്കുന്ന എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ ഇടപഴകുന്ന വ്യക്തികളിൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികൾക്ക് ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ? സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഇതിലേതെങ്കിലും ഒരു ഗുണം എൻ്റെ അടുത്ത് വന്നവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, എന്നിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് ഉറപ്പിക്കാം എന്നിൽ പരിശുദ്ധാത്മാവാണ്, എന്നിലുള്ള പരിശുദ്ധാത്മാവ് നിർവീര്യമായിട്ടില്ലെന്ന്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളം. അതുകൊണ്ട് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണം. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നന്മയായി മാറണം. എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക്, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് എൻ്റെ ചില പ്രവൃത്തികൾ, എൻ്റെ ചില തഴക്കദോഷങ്ങൾ, എൻ്റെ ചില പെരുമാറ്റങ്ങൾ വേദനയായി മാറുന്നുണ്ടെങ്കിൽ, അവർക്ക് തമ്പുരാൻ്റെ അടുത്തേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പരിശുദ്ധാത്മാവ് നിർവീര്യമാണ്. അത് ഇന്നത്തെ ലോകം തിരിച്ചറിയുന്നില്ല. ഞാൻ ഉൾപ്പെടെ സന്യസ്തര വൈദികരെല്ലാവരും പെടുത്തിയിട്ടാണ് ഞാൻ പറയണേ. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും പെടുത്തിയിട്ടാണ് പറയണേ. ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യ, ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യ. ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവഹിതപ്രകാരം ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ, ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. അത്രയ്ക്ക് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. അനുദിനവും ഈ വിശുദ്ധീകരണം നമ്മളിൽ നടക്കണം. അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ആത്മാവ് നിർവീര്യമായി പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇത്രയും വേദനിക്കുന്നത്. ഒരുപാട് വലിയ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിന് ആവശ്യമില്ല. എളിമയുള്ളൊരു ഹൃദയം. ഈ എളിമയുള്ള ഹൃദയം എന്ന് നമ്മൾ പരിശുദ്ധ അമ്മേനെ എപ്പോഴും പറയും. എളിമയുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഉയർന്നേന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് പറയാൻ എളുപ്പം. പക്ഷേ ഈ എളിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ആകെ തുകയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അതെല്ലാം പരിശുദ്ധ അമ്മയിലില്ലേ? ഉണ്ടല്ലോ അല്ലേ? അത് നമ്മളിൽ ഉണ്ടായാൽ മതി. എളിമ നമ്മളിൽ വന്നു, പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മളെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ വർഷത്തെ ഈ 2026 പന്തക്കുസ്തയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രം, നമ്മളിലുള്ള ആത്മാവ് നിർവീര്യമാണോ എന്ന്. ഇനി ആത്മാവ് നിർവീര്യമാകാനുള്ള സാഹചര്യങ്ങൾ, ഒന്ന് നമ്മൾ ഈ സാംസൻ്റെയും സാവൂളിൻ്റെയും കണ്ട പോലെ പാപ സാഹചര്യങ്ങൾ, അതായത് ജഡികമോഹങ്ങളുടെ പുറകെ, ലോകസുഖങ്ങളുടെ പുറകെയൊക്കെ നമ്മൾ പോകുമ്പോൾ ആത്മാവ് നിർവീര്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോഴും ആത്മാവ് നിർവീര്യമാകും. അതോടൊപ്പം വിശുദ്ധിയില്ലാതെ
ജീവിക്കുമ്പോൾ ആത്മാവ് നിർവീര്യമാകും. ഈ വിശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധിയാണ്. അത് ശരീരത്തിനും മനസ്സിനും വിശുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് വിശുദ്ധി ഉണ്ടാവും. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വേറെ ആരും വേദനിക്കില്ല. അവിടെ ദൈവഹിതേ നിറവേറ്റപ്പെടുള്ളൂ. അതുകൊണ്ട് ഈ വിശുദ്ധമായൊരു ജീവിതം, വിശുദ്ധി, ഇതൊക്കെ പേഴ്സണലാണ്, വ്യക്തിപരമായി നമ്മൾ നേടിയെടുക്കേണ്ടതാ. അനുദിനവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. പുതിയ ചൈതന്യം കൊണ്ട് നമ്മൾ, പുതിയ അഭിഷേകത്താൽ നമ്മൾ പാട്ടുപാടും, പ്രാർത്ഥിക്കും. പുത്തൻ അഭിഷേകം, പുത്തൻ ഉണർവ്. ഈ പുത്തൻ അഭിഷേകം, പുത്തൻ ഉണർവൊക്കെ തരാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇന്നലെ തീയായിരുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ചാരമായിരിക്കാം. എന്നിട്ട് നമ്മൾ കൈയടിച്ച് പാട്ടുപാടിയ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഈ പന്തക്കുസ്താക്കി ഒരുങ്ങുമ്പോൾ എന്നിലുള്ള പരിശുദ്ധാത്മാവ് നിർവീര്യമാണോ എന്ന് ഞാൻ അറിയണം. അതിന് ഏറ്റവും നല്ല അടയാളം നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, അവരൊക്കെ നിങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അതുമാത്രം നോക്കിയാൽ മതി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അറിയാൻ. ഈ പന്തക്കുസ്താക്കി ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാ. നമ്മളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാണോ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത്, എൻ്റെ മക്കളുടെ അടുത്ത്, എൻ്റെ ബന്ധങ്ങളുടെ അടുത്ത്. നമ്മൾ ഇടവകയിൽ പല ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടും അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ ഒരു മതിലാണ്, ഇത്രേ പറ്റുള്ളൂ, ഇത്രേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരോട് കൂടാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന് അങ്ങനെയൊക്കെ ഉണ്ടോ? പരിശുദ്ധാത്മാവിന് അങ്ങനെ ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് വരാൻ പാടുണ്ടോ? ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നതാ, പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇത്രേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരായിട്ട് നമ്മൾ കൂടാൻ പാടില്ല. അങ്ങനെ ഒരു നിബന്ധന പരിശുദ്ധാത്മാവിന് ഒരിക്കലും ഇല്ല. പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വ്യക്തികളുടെ മാനസാന്തരമല്ലേ, അവരെ തിരിച്ചു കൊണ്ടുവരാനല്ലേ. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിർവീര്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന വ്യക്തിക്ക് ഏതാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരും. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? എനിക്കതിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കാൻ പറ്റില്ലേ? പറ്റും. അതാണ് യഥാർത്ഥ ആത്മാവിൻ്റെ പ്രവർത്തനം. ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ പ്രവർത്തനം ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അല്ലാതെ തിന്മയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ തിന്മയുടെ കുഴിയിൽ കിടക്കണ മക്കളെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നാൽ ശരിയാവോ? ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റും കയറിയിരുന്നു, ഞാൻ എൻ്റെ കോൺവെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഞാനായിരിക്കുന്നിടത്ത് ഞാൻ പുറത്തിറങ്ങില്ല, ഞാൻ ഫുൾ ടൈം മധ്യസ്ഥ പ്രാർത്ഥന, അതൊക്കെ അത് നല്ലതാ. പക്ഷെ പരിശുദ്ധാത്മാവ് എടുത്ത് പ്രവർത്തിപ്പിക്കും നമ്മളെ. അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ തിന്മയുടെ മക്കളെ ഈ തിന്മയുടെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടെ കൂട്ടിക്കൊണ്ടുവരുവാനും നമുക്കൊരു കൃപ തരും. ആ കൃപ തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ആ കൃപ തരുന്നതിന് വേണ്ടി, ആ കൃപ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുക്കാനുള്ള ഒരു കാലഘട്ടം ഈ തിരുസഭ പന്തക്കുസ്ത ആഘോഷമൊക്കെ നമ്മുടെ മുൻപിൽ വെക്കണേ. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? ആ ദിവസം മാത്രം കുമ്പസാരിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൈയടിച്ച് പാട്ടും പാടി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വരും അല്ലേ? പുത്തൻ അഭിഷേകം എന്ന് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പുത്തൻ അഭിഷേകം എവിടെ പോവും? ചാരായി പോയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡാനിയലച്ചൻ്റെ ടോക്ക്. ഇന്നത്തെ തീ നാളത്തെ ചാര. അത് തിരിച്ചറിയണം. എല്ലാ ദിവസവും പുതിയ തീ നമ്മൾ വാങ്ങിക്കണം, പരിശുദ്ധാത്മാവിന്ന് വാങ്ങിക്കണം. അതിനു വേണ്ടി നമ്മളിലെ വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളയണം, മാറ്റേണ്ടത് മാറ്റണം. എപ്പോഴും നമ്മൾ അളക്കാൻ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നാണ്. അതിലൊരു വ്യക്തി എനിക്കെതിരെ പറയാൻ വന്നാൽ ഞാൻ ചിന്തിക്കണം, ഞാൻ എന്നെ വിലയിരുത്തണം. എൻ്റെ കൂടെയുള്ളവർ അങ്ങനെ പറഞ്ഞു, അതിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്താ വന്നേ എന്ന് ഞാൻ വിലയിരുത്തണം. തിരുത്തേണ്ടതാണെങ്കിൽ ഞാൻ തിരുത്തണം. അത്രയും ഞാൻ ചെയ്താൽ മതി. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത്രയും മാത്രം ഞാൻ ചെയ്താൽ മതി ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്താൻ. വേറൊന്നും ചെയ്യണ്ട. എല്ലാവരും നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ ഒരിക്കലും നടക്കില്ല. പക്ഷേ നല്ലത് പറയുമ്പോൾ സ്വീകരിക്കാനും നമ്മെക്കുറിച്ച് നല്ലതല്ലാത്തത് പറയുമ്പോൾ ആത്മാവിൻ്റെ വിവേകത്തോടു കൂടി അതിനെ എടുക്കാൻ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വ്യക്തിനെ മനസ്സിലാക്കി ഒഴിയേണ്ടതാണെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ചേർത്ത് പിടിക്കേണ്ടതാണെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാവ് നിർവീര്യമായിട്ടില്ല, എന്നിലെ പരിശുദ്ധാത്മാവ് നിർവീര്യമായിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ ഓരോരുത്തരും. ഫലങ്ങളുണ്ടെങ്കിൽ ദാനങ്ങളും വരങ്ങളും തനിയേ വന്നോളും.
തനിയെ വന്നോളും. ദാനത്തിനും വരത്തിനും വേണ്ടി എവിടെയും ഓടി നടക്കേണ്ട കാര്യമില്ല, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഫലങ്ങളാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പന്തക്കുസ്താക്കി ഒരുങ്ങുമ്പോൾ ഫലങ്ങളാൽ നിറയപ്പെടാൻ മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ബാക്കിയെല്ലാം കൂടെ ചേർക്കപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയത്, ഈ ആത്മാവിനെ നിർവീര്യമാക്കരുത്. നിർവീര്യമാക്കി കിടക്കുന്ന ആത്മാവിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ പന്തക്കുസ്ത. 2026 പന്തക്കുസ്ത തിരുനാളാഘോഷം നിർവീര്യമായ പരിശുദ്ധാത്മാവിനെ പുറത്തു കൊണ്ടുവരിക. ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് ഒരു ക്രിസ്ത്യാനി മാറുമ്പോൾ ലോകം മാനസാന്തരപ്പെടും. തിന്മയുടെ ശക്തികൾ തിരിഞ്ഞോടും. പരിശുദ്ധാത്മാവിൻ്റെ ഫലം നിറഞ്ഞ പരിശുദ്ധ അമ്മയിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ, എളിമയുടെ മകുടമായി മാറിയപ്പോൾ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പരിശുദ്ധമ്മേനെ പിശാചിൻ്റെ ഭയത്തിനുള്ള കാരണമായി മാറിയ ആര്? പരിശുദ്ധമ്മ. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുമ്പോഴും നമ്മളും ലോകത്തിൻ്റെ തിന്മയുടെ മുൻപിൽ ഒരു ഭയമായി മാറും. അതിന് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലമാണ്. ഈ ഫലം വരുമ്പോൾ നമ്മൾ താഴ്ത്തപ്പെടുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും. വചനങ്ങളുണ്ടല്ലോ, താഴ്ത്തപ്പെടുമ്പോൾ ആഹ്ലാദിക്കണം. ഇതൊക്കെ പൗലോസ്ലീഹ വെറുതെ എഴുതി വെച്ചതൊന്നുമല്ല, ഇന്ന് നമുക്ക് ജീവിക്കാൻ വേണ്ടി എഴുതി വെച്ചതാ. സാഹചര്യം വരുമ്പോൾ ഓർമ്മപ്പെടുത്തി തരുന്ന ആൾ ഈ പരിശുദ്ധാത്മാവാ. ആത്മാവ് നിർവീര്യമായാൽ സഹനം വരുമ്പോൾ സന്തോഷത്തിൽ നിൽക്കാൻ പറ്റില്ല. എങ്ങനെ നിൽക്കാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹമൊന്നുമില്ല. വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാ, പക്ഷെ ഒന്നും നടക്കണില്ല. അപ്പം നമ്മൾ മുഖം വാടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തണം. നമ്മളാത്മാവ് നിർവീര്യമായി പോകരുത്. മടുപ്പ് തോന്നില്ല, നമുക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നില്ല, ജീവിത പ്രവൃത്തികളിലും മടുപ്പ് തോന്നില്ല. ശരീരം ക്ഷീണിച്ചാലും മനസ്സിന് ഉന്മേഷം ഉണ്ടാവും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് തമ്പുരാൻ പറഞ്ഞു വെച്ച സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ബന്ധുക്കൾ, ഇവരൊക്കെ നമുക്ക് എതിരായി മാറാൻ പോണ കാലഘട്ടമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. സാക്ഷ്യമായി തീരേണ്ട നമ്മളൊക്കെ എതിർ സാക്ഷ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ പന്തക്കുസ്താക്ക് പ്രത്യേകം നമ്മൾ ഒരുങ്ങേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയാൻ, എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഫലങ്ങളാൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരുക്കമായിരിക്കണം ഈ പന്തക്കുസ്താക്ക് വേണ്ടത്. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം, ദാനങ്ങൾ, വരങ്ങൾ ഇതൊക്കെ നിറയട്ടെ എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയ ഒരു ഒരുക്കം ഒരിക്കലും നമ്മൾ നടത്തരുത്. അങ്ങനെ ഒരു ഒരുക്കം നടത്തണതിൻ്റെ ഫലമായിട്ടാണ് കുറച്ച് നാളത്തേക്ക് ഒരു ഉന്മേഷം, ഉഷാറൊക്കെ വന്നു, പിന്നെ അത് സാധാരണ പോലെയായി മാറും. അങ്ങനെയാണ് ആത്മാവ് നിർവീര്യമായി പോകുന്നത്. ഇപ്പോഴും നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മളെ വിശുദ്ധീകരിച്ച് അനുനിമിഷവും മുന്നോട്ട് പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ കത്തും. അത് നമ്മളെ സഹനത്തിൽ പിടിച്ചു നിർത്തും, തിന്മയുടെ മുൻപിൽ പ്രതിരോധിപ്പിക്കും, നമ്മളെ നന്മയുടെ മുൻപിൽ നമ്മുടെ വഴി തുറന്നു തരും. ആ നന്മയുടെ പാതയിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കും. വചനം പറയുന്നുണ്ടല്ലോ, ഇതാണ് വഴി, ഇതിലേ പോകൂ, ഇതാണ് വഴി. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഈ വഴിയൊന്നും തിരിച്ചറിയണില്ലല്ലോ. നമ്മുടെ മക്കൾ, ഭൂരിഭാഗം ക്രിസ്ത്യൻസിൻ്റെ മക്കളെല്ലാവരും അല്ലേ പോണത് വഴിവിട്ട വഴിയല്ലേ. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോണ ഓരോ അപ്പനമ്മമാർ ഈ മക്കൾ തിരിച്ചു വരാൻ വേണ്ടിയല്ലേ പോണേ അല്ലേ? അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും പ്രശ്നം തീരാനല്ലേ പോണേ? ആണ്. പരിശുദ്ധാത്മാവിനെ മാമോദീസാലും സ്വീകരിച്ചിട്ടുണ്ട്, സ്ഥൈര്യലേപനത്തിലുണ്ട്. പിന്നെ എല്ലാ പന്തക്കുസ്താക്കും വീണ്ടും നമ്മളതിനെ നവീകരിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥിക്കാനൊക്കെ പോണത് എന്തിനാണെന്നറിയോ? നമ്മുടെ മക്കൾ നന്നാവാൻ, നമ്മുടെ ജീവിത പങ്കാളി നന്നാവാൻ. കാരണം അത് സംഭവിക്കുന്നില്ല, മാനസാന്തരങ്ങൾ സംഭവിക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്നില്ല, മറ്റുള്ളവർക്കൊരു മാറ്റവും വരുന്നില്ല. ഇതിൻ്റെ ഒറ്റ കാരണം പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്നതായി 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ നിർവീര്യമാക്കരുത്. അതിൻ്റെ അടിയിലത്തെ വചനം, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. ആത്മാവ് നിർവീര്യമായ പ്രവചനം നിന്ദിക്കപ്പെട്ടില്ലേ? അപ്പോൾ ഇന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോകത്ത് നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്ന് മാത്രം, ആത്മാവിനെ എവിടെയൊക്കെ നമ്മൾ നിർവീര്യമാക്കി
കളഞ്ഞു, എവിടെയൊക്കെയോ നിർവീര്യമാക്കി കളഞ്ഞു. ഇന്ന് നമ്മുടെ മക്കൾക്കും ലോകത്തിനും മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാ. സമർപ്പിത വൈദിക ജീവിതാന്തസ്സുകളിലേക്കൊക്കെ ദൈവവിളികൾ കുറയണതിൻ്റെ കാരണം അതാ. ഉള്ളിലുള്ള ആത്മാവ് നിർവീര്യമായിപ്പോയി. നന്മയുടെ വഴി തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവവിളി ഉള്ള മക്കൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവവിളി സ്വീകരിച്ചവർക്ക് അതിലെങ്ങനെ പടുത്തുയർത്തപ്പെടേണ്ടേ, ഉറച്ചു നിൽക്കണ്ടേന്ന് അറിയാൻ പറ്റണില്ല. ആത്മാവ് നിർവീര്യമായി പോയി. സാധാരണ പ്രാർത്ഥനയും കുർബാനയും കുമ്പസാരവും ഒക്കെ വഴി ഈ ആത്മാവ് നിലനിൽക്കുമെന്ന എല്ലാവരുടെയും വിചാരം അല്ല. കാലഘട്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് പുതിയ പ്രവൃത്തിയല്ല ചെയ്യുക, പുതിയ രീതിയില്ല. ആ പുതിയ രീതിക്കനുസരിച്ച് എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ പ്രവൃത്തിയെല്ലാം പുതിയതാകണം. അതാക്കിയാൽ മാത്രമേ ആത്മാവിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഒരു പരിധി വരെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. എത്ര വലിയ തകർച്ചയുടെ മേലും പിടിച്ചു നിൽക്കാൻ ശക്തി തരുന്നത് ആ പരിശുദ്ധാത്മാവ്. അത്രയ്ക്കും പവറുള്ള പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന നമ്മളാണ് തകർന്ന് നിലത്തടിഞ്ഞ പോലെ ഇന്ന് ജീവിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഓടി പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും എല്ലാം അവിടെ നടക്കുന്ന ഒരവസ്ഥ. പക്ഷെ അവനവൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിൽ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ, അതിൽ ആത്മാവിനെ വേദനിപ്പിക്കാതിരിക്കാൻ. അതായത് എഫേസോസുകാരുടെ 4:30 ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് വേദനിക്കും. കാരണം അത് ദൈവഹിതമല്ല. അപ്പം നമ്മുടെ മനസ്സ് വേദനിക്കാൻ ഇടവരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ വേദനിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ വേദനിക്കുന്നുണ്ട് ഇന്നത്തെ ലോകത്തിൽ. അതൊക്കെ തിരിച്ചറിയാനുള്ളൊരു കൃപയൊക്കെയാണ് നമ്മൾ ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ചോദിച്ചറിയേണ്ടത്. പുതിയ കൃപ, അതായത് തിരിച്ചറിയാനുള്ളൊരു കൃപ, ചാരമായി പോകാതെ സൂക്ഷിക്കാനുള്ളൊരു കൃപ. ഇന്ന് എന്നിലുള്ള തീ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എന്നിലേക്ക് വർഷിക്കപ്പെട്ട തീ, എൻ്റെ സാഹചര്യം കൊണ്ടോ എൻ്റെ തന്നെ തെറ്റുകൾ മൂലമോ ചാരമായി പോകാതിരിക്കാൻ ഉള്ള ഒരൊറ്റ കൃപ മാത്രം ചോദിച്ചാൽ മതി. പെന്തക്കോസ്താക്കി തമ്പുരാൻ അത് ഇരട്ടിയാക്കി തിരിച്ചു തരും, ഇരട്ടി പങ്കാക്കി നമുക്ക് തിരിച്ചു തരും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക, പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് എന്നെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്ന വചനഭാഗം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ പറഞ്ഞത്. ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് വെച്ചാൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് ഒന്നും ചെയ്യാൻ പറ്റാതെ നിർവീര്യമായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നതാ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീഷ്ണതയോടുകൂടി നമ്മൾ ഒരുങ്ങണം. വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം. എവിടെയൊക്കെ ആത്മാവ് നിർവീര്യമായി എന്ന് കണ്ടുപിടിക്കണം. ആത്മാവ് നിർവീര്യമാകാനുള്ള കാരണങ്ങളാണ്: ഒന്ന്, നമ്മുടെ അനുസരണക്കേട്. അതായത് ദൈവഹിതം തിരിച്ചറിയാതെ നമ്മുടെ ഹിതം ദൈവഹിതാന്ന് തീരുമാനിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ എല്ലാം ആത്മാവ് നിർവീര്യമായി. പിന്നെ പാപത്തിൻ്റെ, ലോകത്തിൻ്റെ സുഖങ്ങളുടെ മേഖല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജഡിക പാപ മേഖലയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്ത് പറയപ്പെടുന്ന വ്യക്തികൾ, പിടിക്കപ്പെടുന്ന വ്യക്തികൾ മാത്രം തെറ്റുകാരെന്നല്ല. തമ്പുരാൻ്റെ വചനപ്രകാരം ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിതൊന്നും ചെയ്യാൻ പോണ്ട. മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും മൈന്യൂട്ടായിട്ട് കുട്ടികളുടെ ഇടയിലൊക്കെ കാണുന്നത് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് അവർ കൂടണതാണ്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിലൂടെ ഇങ്ങനെ ഒരു തിന്മയുടെ മേഖല, 6-ാം പ്രമാണ ലംഘനത്തിൻ്റെ തിന്മയുടെ മേഖല അവരുടെ ഉള്ളിൽ കൊണ്ടുവന്നിടുന്നുണ്ട്. അവരുടെ വിചാരങ്ങൾ പങ്കിടുന്ന കാര്യങ്ങൾ, ആ രംഗങ്ങൾ, സ്പർശനങ്ങൾ, ഇതൊക്കെ ഇന്ന് സമൃദ്ധിയാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ. അതിലൂടെ തന്നെ അവരുടെ വിശുദ്ധി പോയില്ലേ? പിന്നെ എങ്ങനെ അവരിൽ ആത്മാവ് പ്രവർത്തിക്കുക? അവരുടെ ആത്മാവ് നിർവീര്യമായില്ലേ? പിന്നെ എങ്ങനെ നന്മയുടെ വഴി തിരിച്ചറിയുക? അത് കഴിഞ്ഞ് അവർ പോകുന്ന വഴിയൊക്കെ അവർക്ക് നന്മയായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ വിശുദ്ധിയുടെ മേഖല ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൂടെ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി കളയും.
അത് മനസ്സിൻ്റെ വിശുദ്ധി തലം കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രവൃത്തിയിൽ വരുന്നതിന് മുൻപേ മനസ്സിൽ നിന്ന് വിശുദ്ധി പിശാച് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ വിശുദ്ധി നമ്മൾ ശ്രദ്ധിക്കണം. ദൈവഹിതം ആണോ നടക്കുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ലോകസുഖത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ അധികം നമ്മൾ പോകാതിരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പ്രചോദിപ്പിക്കും. ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ നീ ഒരുങ്ങ്, ഇങ്ങനെ നീ പ്രാർത്ഥിക്ക്. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കും. അങ്ങനെ ജീവിക്കാൻ ഒരു വ്യക്തി എന്ന് പൂർത്തിയാകുന്നു അല്ലെങ്കിൽ എന്ന് ആരംഭിക്കുന്നുവോ അന്ന് ആ വ്യക്തിക്ക് കിട്ടുന്നതാണ് ആത്മീയ സ്വാതന്ത്ര്യം. എനിക്ക് പറഞ്ഞു തന്നൊരു വേർഡാണ് ആത്മീയ സ്വാതന്ത്ര്യം. അപ്പോൾ എന്ത് ഈ ആത്മീയ സ്വാതന്ത്ര്യം എന്നിങ്ങനെ ഞാൻ ചോദിക്കുക തിരിച്ച്. ആത്മീയ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ ഹിതപ്രകാരം, അതായത് ദൈവത്തെ അനുസരിച്ച് വിശുദ്ധിയിലും സ്നേഹത്തിലും ഒരു വ്യക്തി ജീവിക്കുന്നതാണ് ആത്മീയ സ്വാതന്ത്ര്യം. ഈ ആത്മീയ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവ് വഴി മനുഷ്യരിലേക്ക് ഈശോ ദൈവപിതാവ് ചൊരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ആത്മീയ സ്വാതന്ത്ര്യം. പക്ഷെ ഇന്ന് സ്വാതന്ത്ര്യമുണ്ടോ നമുക്ക്? ബാഹ്യമായതുമില്ല, ആത്മീയമായ സ്വാതന്ത്ര്യവും നമുക്കില്ല. രണ്ടും കെട്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു. 1 പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ, 2 ആത്മാവിനെ നിർവീര്യമാക്കരുത്, 3 ആത്മീയ സ്വാതന്ത്ര്യം. വചനത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ആത്മീയ സ്വാതന്ത്ര്യം. ഈ ആത്മീയ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാ. തിന്മയുടെ മുകളിൽ ചവിട്ടി നിൽക്കാനുള്ള ശക്തിയാണ്. തിന്മ നിറഞ്ഞ ലോകത്തിൽ ദാനിയേലൊക്കെ സിംഹക്കുഴിയിൽ കിടന്ന പോലെ നമ്മളെയും പരിശുദ്ധാത്മാവ് നിർത്തണതാ. അത്രയും സ്ഥലത്ത് മാത്രമേ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതല്ലേ നമ്മൾ വചനത്തിൽ വായിക്കണേ. അതേപോലെ നമ്മൾ നിൽക്കുന്നിടത്ത് തിന്മയുടെ ശക്തി വരില്ല, നിർവീര്യമായി പോകും. ഇങ്ങനെ മനുഷ്യ മക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പന്തക്കുസ്താക്കി ഒരുങ്ങുമ്പോൾ നമ്മൾ വ്യക്തിപരമായി വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിലുള്ള ആത്മാവിനെ നിർവീര്യമാക്കാതെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ, ഇന്ന് തീയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നാളെയും തീയായി തന്നെ ആകാൻ, ചാരമായി മാറാതിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരുങ്ങി പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം സ്വീകരിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും സ്വീകരിച്ച് അതുപോലെ ജീവിതം മുഴുവൻ നയിച്ച വ്യക്തിയെ പരിശുദ്ധമ്മ. അതുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ലോകത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ പരിശുദ്ധമ്മേ ഞങ്ങളെ സഹായിക്കണമേ.